لهذا السر أدعو في يساري وعساري أنا عبد صار فخري ضمن فقري واضطرار قد كفاني علم ربي من سؤالي واختياري فدعائي وابتهالي شاهد لي بافتقاري. الحمد لله رب العالمين. نحمدك يا من أوضحت لنا سبل الهداية وأوزغت عن بصائرنا رشوة الغبايا، ونصلي ونسلم على من أرسلت إلينا شاهدا ومبشرا ونذيرا وداعيا إلى الله بإذني وهو സിറാജൻ മുനീറ. 21ാമത് പ്രൊഫ്കോണിൻ്റെ പ്രൗഢമായ സദസ്സിനെ ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, ആമുഖങ്ങളില്ലാതെ വിഷയത്തിൻ്റെ മർമ്മത്തിലേക്ക് ഞാൻ എത്തുകയാണ്. എൻ്റെ കയ്യിലൊരു കഥയുണ്ട്. കഥയിലെ കഥാപാത്രം അല്ലെങ്കിൽ കഥയുടെ ഇതിവൃത്തം ഒരു വീട്ടിലെ പത്തായവുമായി ബന്ധപ്പെട്ടതാണ്. പത്തായം എന്ന് പറഞ്ഞാൽ അറിയുന്ന ആളുകളൊന്ന് കൈവക്കുക. പത്തായം, ഗ്രേറ്റ്, ഓക്കെ. പത്തായം എന്താണെന്ന് അറിയാത്ത ആളുകൾ ഇനി അറിയുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കുക. വീട്ടിലെ ഉപ്പയുടെ കയ്യിൽ നിന്ന് ഒരു വാച്ച് പത്തായത്തിൽ വീണു. വാപ്പ ഒരുപാട് നേരം തെരഞ്ഞു, വലിയ ശ്രമങ്ങൾ നടത്തി ഒരുപാട് നേരം തെരഞ്ഞു. പത്തായത്തിൻ്റെ ഉള്ളിലെ ഇരുട്ടും എല്ലാം കൂടി ആയപ്പോൾ ഇത് കിട്ടാത്ത ഒരവസ്ഥ ഉണ്ടായി. വാപ്പ ക്ഷീണിച്ച് എണീറ്റ് പുറത്തു വന്നു. അപ്പോൾ വീട്ടിലെ ഉമ്മ പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾ തിരഞ്ഞാൽ വല്ലതും കിട്ടലുണ്ടോ? സാധാരണ നമ്മളെ പാരൻസ് തമ്മിലുള്ളൊരു സംസാരത്തിൻ്റെ രീതിയാണ്. ഇങ്ങോട്ട് മാറിക്കുന്ന പറഞ്ഞു. ഉമ്മ ഇറങ്ങിയിട്ട് ഉമ്മയും കുറേ നേരം ഈ വാച്ച് തിരഞ്ഞു. അവസാനം ഉമ്മ മെല്ലെ അവിടെ നിന്ന് കയറിയിട്ട് പറഞ്ഞേ, സാധാരണ ഞാൻ തിരഞ്ഞാൽ കിട്ടലുണ്ട്, ഇതിവിടെ ഉണ്ടാകാൻ സാധ്യതയല്ല, അതുകൊണ്ടായിരിക്കും. അപ്പോൾ ആ വീട്ടിലെ ഒരു പെൺകുട്ടി അവളും കയറി അവളുടേതായ നിലക്ക് തിരഞ്ഞു. അപ്പോഴാണ് നമ്മളെ ടൈപ്പിലുള്ള ഒരു ബ്രോ അവിടെ വരുന്നത്. അവൻ പറഞ്ഞിട്ട് മാറിക്കയറുന്നത്, ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അവൻ കയറി കുറേ നേരം അവൻ്റെ മൊബൈൽ ടോർച്ചൊക്കെ വെച്ച് വാച്ച് കുറേ നേരം തിരഞ്ഞ് അവസാനം നമ്മളെ ബ്രോക്ക് മനസ്സിലായി സംഗതി നടക്കില്ല. അപ്പോൾ അവനിങ്ങനെ ഒരു മൂളിപ്പാട്ടും പാടിയിട്ട് മെല്ലണ്ട് അല്ലേ, നമ്മളെ ഭാഷയിൽ പറഞ്ഞ ഈ സീന് നമുക്ക് ശരിയാവില്ല എന്നുള്ള നിലക്ക് മൂപ്പരവിടുന്ന് ലെഫ്റ്റായി. വേറെ നമ്മൾ ഒരു ഡയലോഗ് എടുക്കുകയാണെങ്കിൽ, അപ്പോൾ ആ വീട്ടിലുള്ള ഏറ്റവും ചെറിയ കുട്ടി ഒരു 6 വയസ്സുള്ള കുട്ടി അവൻ മെല്ലെ ഈ പത്തായത്തിലേക്ക് ഇങ്ങനെ വലിഞ്ഞു കയറുന്നത് കാണുകയാണ്. അപ്പോൾ എല്ലാവരുടെയും ചിരിച്ച്, ഇവിടെയുള്ള അത്രയും വലിയ വലിയ ആളുകളൊക്കെ നോക്കിയിട്ട് കാണാത്തൊരു സാധനം പിന്നെ നീ നോക്കിയാൽ കിട്ടുമോ എന്നാണ് സംശയം. അവൻ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. അവൻ അവിടെ പോയിട്ട് പത്തായത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരുന്നു. കുറച്ചു നേരം ഇങ്ങനെ ശ്രദ്ധിച്ചിരുന്നു, വളരെ ശ്രദ്ധിച്ചിരുന്നു. കുറച്ചും കൂടി ശ്രദ്ധിച്ചിരുന്നപ്പോൾ ഒരു ശബ്ദം ഇങ്ങനെ കേട്ടു തുടങ്ങി. ഒരു
പെൻഡുലത്തിൻ്റെ മൂവ്മെൻറ്റ്സ് ഇങ്ങനെ കേട്ടു തുടങ്ങി. അവൻ അതിലേക്ക് ഇങ്ങനെ കാത് കൂർപ്പിച്ച് മെല്ലെ ചെന്ന് ആ വാച്ച് ഇങ്ങോട്ടെടുത്ത് ബാപ്പാൻ്റെ അടുത്ത് കൊണ്ടു കൊടുത്തു. അവൻ പ്രത്യേകിച്ച് ഡയലോഗൊന്നും പറഞ്ഞില്ല. ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പാഠം എന്താണ് എന്നതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പാഠം എന്താണ്? സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ നിങ്ങളുമായുള്ള ഇൻട്രാക്ഷനിലേക്ക് വരുന്നില്ല. ശ്രദ്ധ കൊണ്ട് നമുക്ക് പലതും നേടാൻ കഴിയും. ശ്രദ്ധിച്ച് നേടുന്നതൊന്നും വെറും വർത്തമാനങ്ങൾ കൊണ്ട് പറഞ്ഞു തീർക്കാനുള്ളതല്ല. ജീവിതം പറയാനുള്ളതല്ലെന്നും അത് ചെയ്തു തീർക്കാനുള്ളതാണ് എന്നും തീർച്ചയായും ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ പലതും വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ചെയ്യുന്ന ആളുകളാണ്. വളരെ നല്ല രീതിയിൽ നമ്മൾ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും കൊണ്ടു നടക്കുന്ന കുറേ കാര്യമുണ്ട്. നമ്മളെ ഫോണ് ഏറ്റവും കാര്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം നമ്മുടെ ഫോൺ തന്നെയാണ്. അത് വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ഉപയോഗിക്കുക. നമ്മുടെ പേഴ്സ്, നമ്മുടെ ലാപ്പ്, ഇങ്ങനെ തുടങ്ങി പല വസ്തുക്കളും എന്ത് ചെയ്യുന്നു, നമ്മൾ വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ഉപയോഗിക്കുന്നു. ഞാൻ പറയുന്നു, നമ്മുടെ ജീവിതത്തെ നാം സീരിയസ് ആയി സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ടതാണ്. ജീവിതം എന്നത് സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ഉപയോഗിക്കാനുള്ളതാണ്. എന്താണ് നമ്മുടെ ജീവിതം? അത് നമ്മൾ ഉപയോഗിക്കുന്നത് ശ്രദ്ധാപൂർവമാണോ? ജീവിതത്തെ നമ്മൾ സീരിയസ് ആയി ഉപയോഗിക്കുന്ന സാഹചര്യമുണ്ടോ എന്നത് നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കുക. ഈ നഗരിയിൽ ഇരുന്ന് ഇപ്പോൾ നമ്മൾ ചോദിക്കുക. പേഴ്സ് നമ്മൾ പലതവണ ഉറപ്പ് വരുത്തിയിട്ടുണ്ട് അല്ലേ? ഫോണ് അത് വീണ് പോകാതിരിക്കാൻ അതിന് നല്ലൊരു കവർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പല സ്റ്റെപ്പുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ജീവിതം അത് ബോധപൂർവവും ശ്രദ്ധാപൂർവവും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടോ? എന്താണ് ജീവിതം? ജനനത്തിൻ്റെയും മരണത്തിൻ്റെ ഇടയിലുള്ള ഒരു ചെറിയ ഹൈഫൺ നമുക്ക് കാണാം. അതിനെ നമുക്ക് ജീവിതം എന്ന് വിളിക്കാം. ജനനത്തീയതിയുടെയും മരണത്തീയതിയുടെയും ഇടയിലുള്ള കാലയളവിനെ നമ്മൾ ജീവിതം എന്ന് പറയുന്നുവെങ്കിൽ, ആയുസ് എന്ന് നമ്മൾ പറയുന്നുവെങ്കിൽ, ആ ആയുസ്സിനെ, ആ ജീവിതത്തെ, ആ സമയത്തെ വ്യവസ്ഥാപിതമായി ഉപയോഗിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? ഒരുപക്ഷെ എൻ്റെ സദസ്സിലെ ഒരു 80% ആളുകൾ ഈ ചോദ്യത്തിൻ്റെ ഷാർപ്പായ ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടാകും. അവരവരോട് ചോദിച്ചിട്ടുണ്ടാകും. ബാക്കി 20% ആളുകളോട് ഞാൻ വീണ്ടും ചോദിക്കുന്നു, ഞാൻ എങ്ങനെ ജീവിക്കുന്നുവെന്നോ, ഞാൻ ശരിയാണ് എന്നോ, ഞാൻ തെറ്റാണ് എന്നോ വളരെ ഗൗരവപൂർവ്വമുള്ളൊരു ചിന്തക്ക് യഥാർത്ഥത്തിൽ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും അവസരം കിട്ടിയിട്ടുണ്ടോ? നോക്ക് നിങ്ങൾ, നമ്മൾ ഒരു വലിയ കെട്ടിടം ഒരാൾ ഉണ്ടാക്കിയിട്ടത് കാണുന്നു. നമ്മൾ 20 കൊല്ലമായി ആ കെട്ടിടത്തിന് മുമ്പൂടെ ഇങ്ങനെ ചില നാട്ടിലൊക്കെ ഉണ്ടാവും, ഇങ്ങനെ ചില ബിൽഡിങ്ങുകൾ, വീടുകളൊക്കെ ഉണ്ടാവും. അതിനെപ്പറ്റി നമുക്കൊരു മതിപ്പുമില്ല. ഉള്ള പൈസ കൊണ്ട് മുഴുവൻ ഉണ്ടാക്കിയിട്ടിട്ട് എന്താണെന്നാണ് എന്ന് പറയുന്നത് പോലെ എത്രയോ വളരെ വ്യവസ്ഥാപിതമായിട്ടാണ് മനുഷ്യൻ്റെ ശരീരം അള്ളാഹു ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു മഹാ ഫാക്ടറി പോലെ. ഞാനൊരു വീഡിയോയിലേക്ക് വരുന്നു. നമുക്ക് നമ്മെ വിലയിരുത്താനും നമ്മുടെ ജീവിതം 10 കൊല്ലം മുന്നോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ 50 വർഷം നാം ജീവിക്കുമ്പോൾ എന്തെല്ലാം പ്രക്രിയകൾ നമ്മുടെ ശരീരത്തിലൂടെ സംഭവിക്കുന്നുവെന്നത് ഒരുപക്ഷെ ബയോളജി ക്ലാസ്സിൽ നിന്നും, അതല്ലെങ്കിൽ നിങ്ങളുടെ രസതന്ത്ര പഠനങ്ങളിൽ നിന്നും, അതല്ലെങ്കിൽ ക്ലാസ് മുറിയുടെ പരിസരത്ത് നിന്നും A+കൾക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾക്കിടയിൽ, അതല്ലെങ്കിൽ കെയർലെസ് ആയ പഠനത്തിൻ്റെ രീതികൾക്കിടയിൽ നാം വായിക്കാതെ പോയ ചില കാര്യങ്ങൾ ഗൗരവപൂർവ്വം വായിക്കാൻ വേണ്ടി ഒരു വീഡിയോ ദൃശ്യത്തിലേക്ക് ഞാൻ വരുന്നു. ആ വീഡിയോ ദൃശ്യത്തിൻ്റെ കൂടെ എഴുതിയ കമൻസുകൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊരു മഹാ ഫാക്ടറിയാണ്. ശബ്ദ ശല്യങ്ങളില്ലാത്ത, അതല്ലെങ്കിൽ പുകയുടെ ദ്രോഹങ്ങളില്ലാത്ത, തൊഴിലാളി സമരങ്ങളില്ലാത്ത, അതല്ലെങ്കിൽ ഹർത്താലുകളും ബന്ദുകളുമില്ലാത്ത, പണിമുടക്കാത്ത ഒരു മഹാ ഫാക്ടറി. ആ ഫാക്ടറിയുടെ ദൃശ്യം കാണുമ്പോൾ നിങ്ങൾ ഓർക്കുക, എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഇങ്ങനെയൊക്കെ വർക്കൗട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്ന്.
നമ്മുടെ ശരീരത്തിൽ 24 മണിക്കൂറും ഇത്രയും പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ചെയ്ത എന്തെങ്കിലും ഒരു കാര്യത്തിന് പ്രത്യുപകാരം പ്രതീക്ഷിക്കുന്ന നമ്മൾ, പ്രശംസ ആഗ്രഹിക്കുന്ന നമ്മൾ. വളരെ വയസ്സായ ഒരാൾ ബസ്സിൽ തൂങ്ങിപ്പിടിച്ച് നിൽക്കുന്നുണ്ട്. അയാൾക്കൊന്ന് സീറ്റ് നീങ്ങിക്കൊടുത്താൽ അയാൾ ഇരിക്കുമ്പോൾ ഒരു താങ്ക്സ് പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു വിമർശന ബുദ്ധി ഉണ്ടാകും. ആരെങ്കിലും നമ്മളെ കാലിലൊന്ന് ചവിട്ടിയാൽ ഒരു സോറി പറയാതെ കടന്നുപോയാൽ നമുക്ക് പ്രതിഷേധം ഉണ്ടാകും. ഇപ്പോൾ ആയിരങ്ങളിരിക്കുന്ന സദസ്സിൽ നമുക്ക് ഓരോരുത്തർക്കും തനിച്ചാകാൻ കഴിയണം. ഞാനെന്ന ആത്മവിമർശനത്തിൻ്റെ ലോകത്തേക്ക് തിരിച്ചെത്തി നമുക്ക് ചോദിക്കാൻ പറ്റണം. വേറെ പലർക്കും വേണ്ടി പലതും ചെയ്തിട്ടുണ്ട്. സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ഫോട്ടോ, ധോണിയുടെ ഫോട്ടോ പേഴ്സിൽ സൂക്ഷിച്ച സുഹൃത്തുക്കൾ ഇവിടെ ഇരിക്കുന്നില്ലേ? ഏതെങ്കിലും ഒരു പുതിയ ഫിലിം വരുമ്പോൾ ആ ഫിലിമിനനുസരിച്ച് മുടി, അതിലെ സ്റ്റാറിൻ്റെ രീതിക്കനുസരിച്ച് മുടി ചെത്തി കൂർപ്പിക്കുന്നവർ നമ്മുടെ അരികിൽ ഇരിക്കുന്നില്ലേ? ലോകത്ത് പാടപ്പെടുന്ന പാട്ടുകൾക്കൊപ്പം ഈണം പിടിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിൽ ഇരിക്കുന്നില്ലേ? അവർക്കൊക്കെ വേണ്ടത് നടക്കുന്നുണ്ട്. പല ക്യാമ്പസ് വിസിറ്റുകൾക്കും ചെല്ലുമ്പോൾ ക്യാമ്പസിലെ ഹോസ്റ്റൽ മുറിയിൽ സച്ചിൻ ടെണ്ടുൽക്കറും ധോണിയും ഋത്വിക് റോഷനും മമ്മൂട്ടി, മോഹൻലാലും ഒക്കെ ഉണ്ടാകും അല്ലേ? രാവും പകലും ചുമരിലുണ്ടാകും. അവരൊക്കെ നമ്മൾ ഓർക്കുന്നു, അവർക്ക് വേണ്ടതൊക്കെ നമ്മൾ ചെയ്യുന്നു. ഹയ്യാൽ സ്വലയും ഹയ്യാൽ ഫലയും പള്ളിമിനാരങ്ങളിൽ നിന്ന് നമ്മുടെ കാതുകളിലേക്ക് എത്തുമ്പോൾ ഒരിക്കൽ പോലും ഒരു സ്വിച്ച് ഓൺ ചെയ്യാതെ, എന്തെങ്കിലും ഒരു നടപടിക്രമം ചെയ്യാതെ ഈ കാര്യങ്ങൾ മുഴുവൻ നമുക്ക് വേണ്ടി നിർവഹിച്ചു തരുന്ന പടച്ച തമ്പുരാനു വേണ്ടി ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ജീവിതത്തെ ഞാൻ എങ്ങനെ നോക്കുന്നു? അതാണ് ഞാൻ എൻ്റെ സംസാരത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞത്. ജീവിതത്തെ കുറച്ച് ശ്രദ്ധിച്ചുപയോഗിക്കാൻ നമ്മൾ പഠിക്കണം. വെള്ളിയാഴ്ച വൈകുന്നേരം ആരംഭിച്ച ഈ മഹത്തായ സംഗമം, ഈ സംഗമത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും അതിൻ്റെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ അതിനൊക്കെ വളരെ അതിജീവിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ പോയത്. ഇന്ന് എനിക്കുണ്ടായൊരു കൗതുകം എന്താണെന്ന് വെച്ചാൽ, രാത്രി 1:30 മണിക്കാണ് അവിടെ പെൺകുട്ടികളിൽപ്പെട്ട ചിലരെ നമ്മൾ അക്കമഡേഷൻസ് കേന്ദ്രത്തിലേക്ക് എത്തിച്ചത്. അതുകൊണ്ട് ഞങ്ങളുടെ ടാർഗറ്റ് നമ്മൾ എത്തേണ്ടത് അവിടെയാണ്. 10-11 അക്കമഡേഷൻ കേന്ദ്രങ്ങളിൽ നമ്മൾ എത്തേണ്ടത് ആദ്യം അവിടെയാണ്. കാരണം അവരായിരിക്കും ലേറ്റ് ആവാൻ സാധ്യത എന്ന് വിചാരിച്ച് ഞങ്ങൾ ചെല്ലുമ്പോൾ അവർ ബാഗൊക്കെ തൂക്കി റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എനിക്കൊരു കൗതുകം ഉണ്ടായിരുന്നു. ഇങ്ങനെ കടന്നു പോണ പെൺകുട്ടികളോട് ബോധപൂർവ്വം നമ്മളൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാണ് ചെയ്യുക. പക്ഷേ ഞാനൊന്ന് മുന്നോട്ട് ചെന്നിട്ട് ചില കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾക്ക് വിഷമായോ? അവരുത്തരം ഇല്ല എന്നായിരുന്നു. കുറച്ചു നേരം ക്യൂ നിന്നു എന്നാണ്. ആ ക്യൂ നിൽക്കലിൽ പോലൊരു പാടുണ്ട്. നമ്മളെ വാപ്പ, വിദേശത്ത് പ്രവാസിയായ വാപ്പ 16 ആളുള്ള റൂമിൽ ടോയ്ലറ്റിന് വേണ്ടി എന്നും വെയിറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? എന്നും വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ വളരെ കുറച്ചേ വെയിറ്റ് ചെയ്യുന്നുള്ളൂ. അത്തരം ചില പാഠങ്ങൾ കൂടിയുണ്ട്. ഞാൻ എൻ്റെ വിഷയത്തേക്ക് തിരിച്ചു വരുന്നു. അതുകൊണ്ട് വളരെ സീരിയസ് ആയൊരു ചോദ്യം ഈ 3-ാം ദിവസം സമാപന സെഷനിലേക്ക് നീങ്ങുമ്പോൾ നിങ്ങളോട് ചോദിക്കുക, ഞാൻ എൻ്റെ ജീവിതത്തെ സൂക്ഷിച്ചുപയോഗിക്കുന്നുണ്ടോ? ജീവിതത്തിൻ്റെ പരിസരത്തുള്ള പലതിനെയും സൂക്ഷിച്ച് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ നോക്ക്, 700 കോടി തലച്ചോറുകളിലെ കേവലം ഒരു തലച്ചോറായ എൻ്റെ തലച്ചോറിലെ കോടിക്കണക്കിന് സെല്ലുകളിലെ ആ ഓരോ സെല്ലിലുമുള്ള ലക്ഷക്കണക്കിന് DNA-കളിലെ കേവലം ഒരു DNA-ക്ക് എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയുടെ 1000 വോള്യങ്ങളുള്ള എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയുടെ ഉള്ളിലെ കണ്ടന്റ് കൊള്ളുമെങ്കിൽ 32 GB മെമ്മറി കാർഡ് ആദ്യം വന്ന ദിവസം അതിനെക്കുറിച്ച് അത്ഭുതപ്പെട്ടത് ഫോണിലിട്ട് പലർക്കും കാണിച്ചു കൊടുത്ത നമ്മുടെ ബയോളജി പാഠങ്ങളിലും നമ്മുടെ ക്ലാസ് മുറികളിലെ പാഠങ്ങളിലും ഈ പാഠം പഠിച്ചപ്പോൾ അൽഹംദുലില്ലാ എന്ന് ഹൃദയത്തിൽ എഴുതി വെച്ചിട്ടില്ല. അൽഹംദുലില്ലാ പറയാൻ എന്തെല്ലാം ഉണ്ട് നമുക്ക്. നമ്മൾ കുടിക്കുന്ന ഒരിറ്റു വെള്ളം, ആ ഒരിറ്റു വെള്ളത്തിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്താൻ ഇപ്പം ജലവുമായി ബന്ധപ്പെട്ടൊരു ക്യാമ്പയിൻ നടക്കുകയാണ്. ഇത്തിഹാദ് ശുബാൻ അൽ മുജാഹിദിൻ്റെ നേതൃത്വത്തിൽ. ദൈവാനുഗ്രഹമാണ്, അത് പാഴാക്കരുത്, നമ്മൾ പങ്കുവെക്കുകയാണ് വേണ്ടത് എന്ന നിലക്ക്. അപ്പം അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഷെയർ ചെയ്തൊരു വീഡിയോ ഉണ്ട്. കയ്യിൽ ഒരു മത്സ്യത്തെ ഇട്ടിരിക്കുകയാണ്. ചത്തൊടുങ്ങാൻ നിൽക്കുന്ന ആ മത്സ്യം, ചില സുഹൃത്തുക്കളൊക്കെ കണ്ടിട്ടുണ്ടാകും. ചത്തൊടുങ്ങാൻ നിൽക്കുന്ന ആ മത്സ്യത്തിന് ഇങ്ങനെ വെള്ളത്തുള്ളികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വെള്ളത്തുള്ളികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ആ മത്സ്യം ജീവിതത്തിലേക്ക് മെല്ലെ പ്രതീക്ഷകളിലേക്ക് അതിങ്ങനെ കടന്നു വരുന്നത് നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കും. ജീവിതത്തിൻ്റെ സുപ്രതീക്ഷകളിലേക്ക് ആ മത്സ്യം ഇങ്ങനെ കയറി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അഥവാ നമ്മൾ പാഴാക്കുന്ന ഒരു തുള്ളി വെള്ളം, ആ വെള്ളം നിർവഹിക്കുന്ന ദൗത്യമാണത്. ഇങ്ങനത്തെ എന്തെല്ലാം ഘടകങ്ങൾ കൊണ്ടാണ് നമ്മുടെ ജീവിതത്തെ പടച്ച തമ്പുരാൻ പരിരക്ഷിച്ചു കൊണ്ടുപോകുന്നത് എന്നത് നമ്മൾ ഗൗരവപൂർവ്വം ആലോചിക്കേണ്ടതാണ്. എങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലും അത്ഭുതങ്ങളുടെ പ്രളയത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് അല്ലേ?
അത്ഭുതങ്ങളുടെ പ്രളയങ്ങൾക്കിടയിലൂടെയാണ് നമ്മൾ പോകുന്നത്. പക്ഷേ നമുക്ക് നമ്മെ മാത്രം നോക്കാൻ നേരമില്ല, നമുക്ക് നമ്മോട് മാത്രം ചോദ്യം ചോദിക്കാൻ ധൈര്യമില്ല. ഞാൻ അങ്ങനെ പറയാം, ഞാൻ ശരിയല്ലെന്ന് ഉറക്കെ പറയാനും എന്നെ വിമർശിക്കാനും എന്നെ തിരുത്താനുമുള്ള എൻ്റെ ചങ്കുറപ്പില്ലായ്മയാണ്. ഫ്രണ്ട്സ് എന്ത് ചിന്തിക്കും, സമൂഹം എന്ത് ചിന്തിക്കും, കൂട്ടുകാരെന്ത് ചിന്തിക്കും എന്ന പേടിയാണ് യഥാർത്ഥത്തിൽ നമ്മെ നയിക്കുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ ഓർക്കുക, വയറ്റിലേക്ക് എത്തുന്ന ഭക്ഷണം ആമാശയെ അടിച്ച് റെഡിയാക്കാൻ അവിടെ ആസിഡ് ഉണ്ട്. ഈ ശാസ്ത്രീയ പാഠങ്ങൾ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, പഠിപ്പിക്കല്ല. ആ ആസിഡ് വേണമെങ്കിൽ ഒരു ബ്ലേഡ് ഇട്ട ബ്ലേഡ് കത്തിപ്പോകും, വിരലിട്ട വിരൽ കത്തിപ്പോകും. പക്ഷെ വയറവിടെ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നു. എന്തുകൊണ്ട്? ആ പാട, വയറിനെയും ആമാശയത്തെയും വേർതിരിക്കുന്ന പാട 3 ദിവസം കൂടുമ്പോൾ പടച്ചവൻ അപ്ഡേറ്റ് ചെയ്യണം, മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ കാണുന്നില്ല. ഇത്തരം മഹാ അത്ഭുതങ്ങളിലൂടെ നമ്മെ സൃഷ്ടിച്ചു കൊണ്ടുപോകുന്ന പടച്ച തമ്പുരാൻ ഈ ജീവിതം തന്നത് വെറുതെ അല്ല. മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ മനുഷ്യനെ വെറുതെയാണ് ഇപ്രകാരം സൃഷ്ടിച്ചത് എന്ന് ഖുർആൻ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കൊരൊറ്റ പോയിന്റ് ഈ സദസ്സിൻ്റെ മുന്നിൽ ബാക്കി നിൽക്കുന്ന നിമിഷങ്ങളിൽ പറയാനുള്ളത് അതെന്താ അറിയോ? ജീവിതത്തെ ഗൗരവമായി നമ്മൾ ഉപയോഗിക്കാൻ ഒരുപാട് സാധ്യതകൾ നമ്മുടെ മുന്നിലുണ്ട്. ഈ 3 ദിവസത്തെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് ഇതിൻ്റെ ഫീഡ്ബാക്കുകൾക്ക് താഴെ മാഷാ അല്ലാ എന്നും ഗുഡ് എന്നും നന്നായിട്ടുണ്ട് എന്നും പറയാനല്ല, പ്രശംസാ വാക്കുകൾ പ്രതീക്ഷിച്ചിട്ടല്ല ഇവിടെ ആരും ഇത് വർക്കൗട്ട് ചെയ്തത്. നിങ്ങൾക്ക് ടോയ്ലറ്റ് ഉണ്ടാക്കി തന്നത് മുതൽക്ക്, നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നത് മുതൽക്ക് ഒക്കെ സർവീസായിരുന്നു. പണ്ടാരിയെയും മുറിക്കുന്ന ഭക്ഷണം മുറിക്കാനുള്ള ആളുകളെയും അല്ലാതെ, പന്തലിൻ്റെ പണിക്കാരെയും ഈ നിൽക്കുന്ന ക്യാമറാമാൻമാരെയും അല്ലാതെ വേറെ ആരെയും പ്രോഫ്കോണിൻ്റെ സമിതിയിലെ ആളുകൾ ഇവിടെ കൂലിക്ക് വിളിച്ചിട്ടില്ല. നിങ്ങളെപ്പോലെയുള്ള കുട്ടികൾ, മുതിർന്ന ആളുകൾ, പ്രായം ചെന്നവർ, അവർക്കിവിടെ സീറ്റ് പോലും ഇല്ല മുതിർന്നവർക്ക്, ഇല്ലേ? നമുക്ക് ഇത്രയും ആളുകൾ അക്കമഡേറ്റ് ചെയ്യാൻ തന്നെ വലിയ ബാധ്യതകളുണ്ട്. അപ്പോൾ അവർക്കൊരുക്കിയ ചെറിയ പന്തലിൽ വെയിലും കൊണ്ടവർ നിന്ന് ഇത് സഹിക്കുന്നതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട്. ഈ സഹനങ്ങൾക്ക് മുഴുവൻ പുണ്യമുണ്ട് എന്ന ഏറ്റവും വലിയ തിരിച്ചറിവ്. അതുകൊണ്ട് ഞാൻ 3 ഏരിയയിൽ നിന്നുകൊണ്ട് ഏതാനും നിമിഷം ചില കാര്യങ്ങൾ പറയാം. നമുക്ക് ചില പണികളുണ്ട്. 1 ഇസ്ലാമിക ദഅവ രംഗത്ത്, 2 വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ രംഗത്ത്, 3 നമുക്ക് ബാധ്യതയുള്ളത് സോഷ്യൽ സർവീസിൻ്റെ രംഗത്താണ്. നിങ്ങൾ നോക്ക്, ഈ ബാധ്യതകളൊക്കെ നിങ്ങൾക്ക് നിർവഹിക്കാൻ പറ്റിയ നല്ലൊരു കൂട്ടായ്മയാണ് വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ, അതിൻ്റെ വിദ്യാർത്ഥി വിഭാഗമൊക്കെ. സംഘടന എന്ന് കേൾക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ഒരു വിമർശന ബുദ്ധിയാണ് നമ്മുടെ മനസ്സിലുണ്ടാവുക. വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ ഒരു സംഘടനയല്ല, അതൊരു സംസ്കാരമാണ്. അതാ ഞാൻ പറഞ്ഞത്, ടോയ്ലറ്റിലേക്ക് ബക്കറ്റ് എടുത്തു തന്ന ആളെ ശരിക്കു പരിചയപ്പെട്ടാൽ അയാളൊരു എഞ്ചിനീയറോ ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ക്ലിനിക്കിൽ വളരെ തിരക്കുള്ള വളരെ പ്രഗത്ഭനായ ഒരു വിശ്വഘരനോ ആയിരിക്കും. അതൊരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ആളുടെ ചേലും കോലോ നോക്കിയിട്ടല്ല ഡ്യൂട്ടി ഡിവൈഡ് ചെയ്യപ്പെടുന്നത്. ഇവിടെ നിങ്ങൾക്ക് വിശാലമായ സാധ്യതകളുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം, നിങ്ങൾക്ക് IT ഫീൽഡിൽ ഒരു കഴിവുണ്ടെങ്കിൽ ആ കഴിവിനെ ഉപയോഗപ്പെടുത്താൻ സാധ്യതയുണ്ട്. നിങ്ങൾ പറയണം ഞാൻ ഇന്നത് ചെയ്യാൻ റെഡിയാണെന്ന്. ഇപ്പോൾ ഇവിടെ പീസ് റേഡിയോ പലവരും ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു, പല രീതിയിൽ നിങ്ങൾക്കത് കൈമാറ്റം ചെയ്യപ്പെട്ടു. നിങ്ങൾക്കിനി പ്രോഫ്കോണിൻ്റെ തുടർച്ച, ഈ പ്രോഫ്കോണിൽ നിന്ന് ഇറ്റി വീണ വെള്ളത്തുള്ളികൾ അടുത്ത മാർച്ച് മാസം വരെ നിലനിർത്താൻ വേണ്ടി എല്ലാ രാത്രിയും 10 മണിക്കും എല്ലാ വൈകുന്നേരം 5:30 മണിക്കും ക്യാമ്പസ് ലൈവ് എന്ന പേരിൽ ഒരു പ്രോഗ്രാം ഉൾപ്പെടുന്ന പീസ് റേഡിയോ. അതാരാണ് അതിൻ്റെ വെബ് ഡെവലപ്പർ? അതിൻ്റെ വെബ്സൈറ്റ് ഉണ്ടാക്കാൻ ഒരു രൂപ നമ്മൾ കൊടുത്തിട്ടില്ല. അത് നിങ്ങളെപ്പോലത്തെ ഒരു ആളുണ്ടാക്കിയതാണ്, അല്ലെങ്കിൽ ഒരു ടീം ഉണ്ടാക്കിയതാണ്. അതിൻ്റെ ആപ്പ് ഉണ്ടാക്കിയതാരാ? അതിൻ്റെ ആപ്പ് ഉണ്ടാക്കിയ വ്യക്തി ഒരു പക്ഷേ ഇവിടെ ഉണ്ട്, ഈ നഗരിയിലുണ്ട്. അള്ളാഹു അദ്ദേഹത്തിനും സഹപ്രവർത്തകർക്ക് അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്യപ്പെട്ട ആപ്പുകളിൽ 1,00,000-ലധികം ആളുകൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അയാളുടെ പഠനമുറിയുടെ ജോലി സ്ഥലത്തെ കമ്പ്യൂട്ടറിലിരുന്ന് അയാൾ ഇങ്ങനെ ഞെക്കി ഉണ്ടാക്കിയൊരു സാധനം ലോകം മുഴുവൻ ഏറ്റെടുക്കണം. ഞാൻ 1-2 അനുഭവങ്ങളിലേക്ക് വരികയാണ് നിങ്ങളുടെ ശ്രദ്ധപ്പെടുത്താൻ വേണ്ടി. അതിലൊന്ന് ഒരു സഹോദരിയുടെ അനുഭവമാണ്. നമ്മുടെ ബഹുമാനൻ ആരിസ് ബിൻ സലീമിനെ പെരിന്തൽമണ്ണ മാർക്കറ്റിൽ നിന്ന് ഈ സഹോദരി കണ്ടപ്പോൾ ഈ സഹോദരി അദ്ദേഹത്തോട് പറഞ്ഞു, ഉസ്താദ് എനിക്കിപ്പോൾ ക്ലാസ്സിലൊന്നും വരാൻ പറ്റില്ല, എൻ്റെ ഉമ്മാക്ക് ഭ്രാന്താണ്, ചന്നിയാണ്, കാഷ്ടം തന്നതിന് അത്ര അവസ്ഥയിലാണ് അവരുള്ളത്. പക്ഷേ റേഡിയോ വന്നതോടുകൂടി എനിക്ക് 24 മണിക്കൂർ പഠനമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ സുഹൃത്തിന് സ്വർഗം കിട്ടാൻ വേറെ എന്തെങ്കിലും വേണം സഹോദരങ്ങളെ? ഈ സുഹൃത്തിന് ഈ ഒറ്റ അനുഭവം പോരെ? ATM കൗണ്ടറിൻ്റെ മുമ്പിൽ കാവൽ നിൽക്കുന്നൊരു കാരണവർ എനിക്ക് വോയിസ് അയച്ചു, എന്താ ഇപ്പോൾ നല്ല സുഖമാണ്, രാത്രി ഒന്നും ഞാൻ പോണതേ അറിയണില്ല. പ്രവാസികളായ ആളുകൾ, യൂറോപ്യൻ രാജ്യങ്ങളിലെ മലയാളികളുടെ കോർഡിനേഷൻ സംഭവിച്ചു. IT രംഗത്ത് സ്വന്തം ജീവിതത്തിന് വേണ്ടി, ഉപജീവനത്തിന് വേണ്ടി കോഴ്സ് പഠിച്ചൊരു ചെറുപ്പക്കാരൻ എടുത്ത സ്റ്റെപ്പായിരുന്നു അത്, അല്ലെങ്കിൽ ഒരു ടീം ഓഫ് എഞ്ചിനീയേഴ്സ് എടുത്ത സ്റ്റെപ്പായിരുന്നു അത്. ആ സ്റ്റെപ്പിന് കിട്ടുന്ന പ്രതിഫലം സ്വർഗ്ഗമാണ്.
അപ്പം ഞാൻ പറയണത്, പ്രസംഗിച്ചിട്ടും ക്ലാസ് എടുത്തിട്ടും മാത്രമല്ല ദഅവത്ത് സാധിക്കുക. നിങ്ങൾക്ക് ഇത്തരം രംഗത്ത് ഇതുപോലത്തെ ഒരു സാധ്യതയുണ്ട്. ഇതുപോലെ എഴുത്തിൻ്റെ മേഖല, ജീവിതം എന്തിനു വേണ്ടി എന്നൊരു പുസ്തകമുണ്ട്. കന്നഡ ഭാഷയിലേക്ക്, തമിഴിലേക്ക്, ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട മലയാള പുസ്തകം. അത് എഴുതിയ ആൾ ഈ നഗരിയിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ആർക്കും അറിയാത്ത ഒരാളായി, ഒരിക്കൽ പോലും വേദിയിൽ പ്രത്യക്ഷപ്പെടാത്ത ഒരാളായി അദ്ദേഹം അതിൻ്റെ മെയിൻ പാർട്ട് നിർവഹിച്ച ഒരാളുണ്ട്. മറ്റൊരാൾ ഈ വേദിയിൽ നമ്മളോട് ഇൻട്രാക്ട് ചെയ്തൊരു വ്യക്തിയുമാണ്. ഞങ്ങൾ വിശുദ്ധ ഹറമിലെ സീലോട് കൂടെ ഇത് വിതരണം ചെയ്യപ്പെട്ട സാഹചര്യം ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ചിലപ്പോൾ നമ്മൾ എഴുതുന്ന ഒരു ആർട്ടിക്കിൾ അതിന് അത്ര റീച്ച് കിട്ടും. അപ്പോൾ നമുക്ക് ഈ എഴുത്തിൻ്റെ സാധ്യത ഉണ്ടെങ്കിൽ പറ്റും. ഇപ്പോൾ പലപ്പോഴും സോഷ്യൽ സർവീസ് രംഗത്തെ പല പ്രവർത്തനങ്ങളും മോണിറ്റർ ചെയ്യപ്പെടുന്നത് കൊച്ചു കൊച്ചു കുറിപ്പുകളിലൂടെയാണ്. നമ്മളെപ്പോഴും ഇങ്ങനെ വാട്സാപ്പിൽ തോണ്ടിയും മാന്തിയും ക്യാമ്പസിലെ പഴയ നശിച്ച ദുഷിച്ച കുറേ തല്ലിപ്പൊളി പരിപാടി ഉണ്ട്, അതുമായിട്ട് തന്നെ നടക്കേണ്ടവരല്ലേ നമ്മളെ മാറ്റങ്ങൾ കാണേണ്ടത് അവിടെയാണ്. അവിടെ എല്ലാവരും കൂടുന്നൊരു സ്ഥലം ഉണ്ടാകും, അവിടെ അങ്ങനെ സിനിമാ കഥ പറയാം. അതല്ലെങ്കിൽ അവിടെ ഒരു ടൂർ ഉണ്ടാകും, ആ ടൂറിൽ മറ്റേ ലൈറ്റൊക്കെ ഇട്ടിട്ട് ചാടുക. അല്ലെങ്കിൽ അവിടെ ഒരു ഫെസ്റ്റ് ഉണ്ടാകും, അവിടെ ഒരു വലിയ വേഷം കെട്ടുക. ഇതല്ല നമ്മുടെ ദൗത്യം. ജീവിതം തന്ന റബ്ബിനോടുള്ള അതിശക്തമായ കടമ, അൽഹംദുലില്ലാ നിനക്കാണ് നാഥ സ്തുതി എന്ന് പറഞ്ഞ് കണ്ണടക്കാൻ പറ്റുന്ന ഒരു രംഗം സൃഷ്ടിക്കാൻ എൻ്റെ മുന്നിൽ ഇരിക്കുന്ന സുഹൃത്തുക്കൾക്ക് കഴിയും. ഐസിസ് നമുക്കൊരു പ്രതിസന്ധിയാവില്ല, ഇസ്ലാം വിമർശകർ നമുക്കൊരു പ്രതിസന്ധിയാവില്ല. നമ്മളെല്ലാം ഒന്നിച്ചൊരുമിച്ചൊരു തീരുമാനമെടുക്കുകയാണെങ്കിൽ നമുക്കൊക്കെ വർക്ക് ഡിവൈഡ് ചെയ്യാം. വർക്ക് ഡിവൈഡ് ചെയ്ത് ശാസ്ത്രീയമായി ഓരോരുത്തർക്കും അഭിരുചി അനുസരിച്ച് കാര്യങ്ങൾ ഏറ്റെടുത്തു പോകാൻ സാധിക്കും. എഴുത്തിൻ്റെ രംഗത്ത് വലിയൊരു സംരംഭമാണ് നേർപ്പദത്തിൻ്റെ ഒരു രക്കം നിങ്ങൾ എടുക്കുക. കേരളത്തിലെ മുസ്ലിം സംഘടനകൾ മുഴുവൻ പ്രസിദ്ധീകരിക്കുന്ന മാസികകൾ എടുക്കുക. എന്നിട്ട് നിങ്ങൾ ഈ സംഘടനയെ വിലയിരുത്തുക. നിങ്ങൾ പീസ് റേഡിയോ എടുക്കുക, കേരളത്തിലെ മുസ്ലിം സംഘടനകൾ അവരുടെ പ്രഭാഷണങ്ങൾ എടുക്കുക, എന്നിട്ട് നിങ്ങൾ വിലയിരുത്തുക. എന്നിട്ട് ഇത് വെറും ഒരു സംഘടനയാണോ, ഇത് കേവലം ചില കാട്ടിക്കൂട്ടലുകൾക്ക് വേണ്ടിയുള്ള സംവിധാനമാണോ എന്ന് നമുക്ക് ആലോചിക്കാൻ പറ്റും. പാലക്കാട് നഗരിയെ അക്ഷരാർത്ഥത്തിൽ മുൾമുനയിൽ നിർത്തുന്ന, ഒരുപാട് ആംബുലൻസുകൾക്ക് ബ്ലോക്ക് തീർക്കാവുന്ന ഒരു വലിയ റാലിക്കുള്ള ആളാണ് ഈ ഇരിക്കുന്നത് അല്ലേ. ഒരു പ്ലക്കാർഡ് കയ്യിൽ തന്നാൽ ഇതിലെ 70% ആളുകൾ ഇറങ്ങും, ഞങ്ങൾക്കറിയാം. ഒരു പ്രോഫ്കോൺ ബോർഡിൽ പോലും നിങ്ങൾ ഒരാളുടെയും ഫോട്ടോ കണ്ടില്ല, ഇന്ന് വരെ കണ്ടില്ല, ഇനി കാണുകയുമില്ല. എങ്കിൽ ഇവിടെ നമുക്ക് ചില ദൗത്യങ്ങളുണ്ട്. ഈ കസേരയിൽ വന്നിരുന്ന് തിരിച്ചു പോകുമ്പോൾ ഇത്തരം കസേരകൾ ഇടുന്നവരും ഇതുപോലത്തെ നന്മകൾക്ക് വേണ്ടി ചിന്തിക്കുന്നവരും നമ്മൾ. നിങ്ങൾ ചിത്രം വരയ്ക്കുന്ന ആളാണോ? ചിത്രത്തിൻ്റെ ഇസ്ലാമിക സൈഡിൽ വലിയൊരു ദൗത്യമുണ്ട്. ഇപ്പം പീസ് റേഡിയോ എംബ്ലം പലതവണ ഇവിടെ വന്നു, അത് ആരൊരു കുട്ടി ഉണ്ടാക്കിയാണ്. ആ എംബ്ലം കണ്ടപ്പോൾ എല്ലാവർക്കും പീസ് റേഡിയോ ഓർമ്മ വരും. വെറുതെ കേരളത്തിലൊരു 20 സ്ഥലത്ത് വലിയ ഹോൾഡിങ്സിൽ കൊണ്ടുപോയിട്ട് അതിന് വെച്ചാൽ ക്ലിയറാ. പൈസ ഇല്ലാത്ത പ്രശ്നം മാത്രമേ ഉള്ളൂ, വേറൊരു ബുദ്ധിമുട്ടില്ല. ക്യാഷ് തരാൻ ആളുകൾ റെഡി ഉണ്ടെങ്കിൽ പ്രചാരണത്തിന് അത്തരം ചില മാധ്യമങ്ങളൊക്കെ ഉപയോഗിക്കാം. അപ്പം ഇങ്ങനത്തെ നമ്മുടെ എല്ലാ സ്കില്ലുകളും, നമ്മുടെ ശബ്ദം, ഈ അനൗൺസിങ് പോയിന്റിൽ ശബ്ദം കൊടുത്ത സുഹൃത്തുക്കൾ നോക്കൂ നിങ്ങൾ. ആ അനൗൺസ്മെൻറ്റ് അതൊരു വലിയ ദൗത്യമാണ്. ഇതിനെ ക്ലബ് ചെയ്ത് ഒരു വലിയ ദൗത്യമാണ്. ഇങ്ങനെ പല കാര്യങ്ങളും ഞാൻ വളരെ ചെറിയ ചില കാര്യങ്ങൾ പറയാം. ഞാനൊരു പള്ളിയിൽ ഖുത്ബ നിർവഹിക്കുന്ന സമയത്ത് അവിടെ ഒരു CD ലൈബ്രറി ഉണ്ടായിരുന്നു. ആ CD ലൈബ്രറിയുടെ ബുക്ക് ഞാൻ നോക്കി. ആ CD ലൈബ്രറിയുടെ ബുക്കിൽ ഞാൻ കണ്ടത്, സുഹൃത്തുക്കളെ, ഒരാൾ നിരന്തരം കുറേ CD-കൾ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നു. അയാളുടെ കൈപ്പടത്തിലല്ല, പലരുടെയും കൈപ്പടത്തിൽ. അപ്പോൾ ഇയാൾക്ക് അക്ഷര വിദ്യാഭ്യാസം വരെ അല്ല. ഈ CD അയാൾ ഇങ്ങനെ പലർക്കും കൊണ്ടേ കൊടുക്കേണ്ട ഒരു വയസ്സായ കാരണവർ. അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, ഞാൻ CD കൊടുത്തൊരു ടീം ഇവിടെ ക്ലാസ്സിന് വന്നിട്ടുണ്ട്, ഖുത്ബക്ക് വന്നിട്ടുണ്ട്. ഉസ്താദ് അവർക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറയണം. നോക്ക് നിങ്ങൾ, നമുക്ക് നമ്മുടെ ഹോസ്റ്റൽ മുറിയിലെ കുട്ടികൾക്ക്, നിസ്കാരം അറിയാത്തൊരു കുട്ടിക്ക് നിസ്കാരത്തിൻ്റെ രൂപം വീഡിയോ ചെയ്തിട്ടുണ്ട്, കൊണ്ടേ കൊടുത്തൂടെ? നമുക്ക് ഒന്നിച്ചിരുന്ന് CD കാണുന്നൊരു പുതിയ സംസ്കാരത്തേക്ക് എത്തിക്കൂടെ? ഒരു ആശുപത്രിയുടെ മുന്നിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ സർജറി നടക്കുകയാണ്, ക്യാൻസർ ബാധിതനായ ഒരു വ്യക്തിയുടെ സർജറി നടക്കുകയാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും അതുപോലെ തന്നെ ബന്ധപ്പെട്ട മറ്റൊരാൾ ഫോണിൽ ഇങ്ങനെ കളിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു, ഇയാൾ ഈ നേരത്തെ എന്താ ഈ ഫോണിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പം എന്താ അറിയോ, ഇയാൾ ബ്ലൂടൂത്ത് അയക്കുകയാണ്. ബഹുമാന്യ ആരിഫ് ബിൻ സലീമിൻ്റെ രോഗവും ചികിത്സയും എന്ന CD-യിലെ ഭാഗങ്ങൾ 3 മിനിറ്റും 2 മിനിറ്റൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ മുറിച്ചിട്ട് ഈ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ മുമ്പിൽ ഓണായി കിടക്കുന്ന ബ്ലൂടൂത്തൊക്കെ ഇങ്ങനെ അയക്കണം അയാൾ. അപ്പോൾ ഞാൻ ഒരു 4-5 ഞാൻ വാങ്ങി. ഭയങ്കര മെസ്സേജ് അല്ലേ, ആശയാണ് ഞാൻ പറയണത്. ഇതൊക്കെ വിധിയാണ്. ഈ വിധിയെ അഭിമുഖീകരിക്കാൻ നിങ്ങൾക്ക് കഴിയണം അല്ലേ. രോഗം അല്ലാഹു തരുന്നതാണ്, രോഗത്തിന് ചികിത്സിക്കണം. മരിച്ചാലും
മരണത്തിൻ്റെ ലോകത്ത് സൗഖ്യം കിട്ടാനാണ് പ്രാർത്ഥിക്കേണ്ടത്. ഇതൊക്കെയാണ് ഉപദേശം. അപ്പോൾ നമുക്ക് നമ്മുടേതായ നിലക്ക് കുറേ കാര്യം ചെയ്യാൻ പറ്റും. ഇപ്പം റുമേനിയ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ ഒരു ഇസ്ലാമിക പ്രബോധനത്തെക്കുറിച്ചുള്ളൊരു വീഡിയോ കഴിഞ്ഞ ദിവസം പ്രചരിക്കപ്പെട്ടിരുന്നു. ചില ആളുകളെങ്കിലും കണ്ടിട്ടുണ്ടാകും. അദ്ദേഹം തുർക്കിയിലെ തൻ്റെ ടൂറിനിടയിൽ ഒരു ഗ്രാമപ്രദേശത്തെത്തി. അവിടുന്ന് റെസ്റ്റോറൻറ്റിലേക്ക് പോകാൻ വാഹന സൗകര്യം ഇല്ലാതിരുന്നപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തെന്നറിയോ? അദ്ദേഹം മറ്റൊരു ഷെൽട്ടർ അന്വേഷിച്ചു. അപ്പോൾ ഒരാൾ പറഞ്ഞു, നിങ്ങൾ എൻ്റെ കൂടെ വരും, എൻ്റെ വീട്ടിൽ താമസിക്കാം. മനസ്സിൽ നേരത്തെ ഫ്രെയിം ചെയ്ത കുറേ തെറ്റിദ്ധാരണകൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഇയാളുടെ പിന്നാലെ ഊടുവഴികളിലൂടെ അങ്ങനെ നടന്നു. ഓരോ നിമിഷവും തെറ്റിദ്ധാരണകൾ ഇങ്ങനെ ഇല പൊഴിയും പോലെ കൊഴിഞ്ഞു വീണുകൊണ്ടിരുന്നു. ഒരു കൊച്ചു കുടിൽ അയാൾ പറയാ, ഭക്ഷണം വിളമ്പിയപ്പോൾ എനിക്ക് മനസ്സിലായി അയാളുടെ ദാരിദ്ര്യത്തിൻ്റെ ആഴം. അവിടെ ഞങ്ങൾ കിടന്നുറങ്ങി. രാവിലെ നേരത്തെ യാത്ര പുറപ്പെടേണ്ടതുള്ളത് കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു? കുളിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയപ്പോൾ മരം കോച്ചുന്ന തണുപ്പത്ത് ആ മരത്തിൻ്റെ ചോട്ടിൽ വീട്ടുമുറ്റത്ത് തൻ്റെ പിഞ്ചോമനകളെ തട്ടത്തലക്കൽ ചുറ്റി അയാളുടെ ഭാര്യയും അയാളും ഇങ്ങനെ വിറച്ചിരിക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, വാട്ട് ആർ യു ഡൂയിങ് മാൻ? നിങ്ങൾ എന്താണ് മനുഷ്യ ചെയ്യുന്നത്? അദ്ദേഹം പറഞ്ഞു, വലിയ ത്യാഗം ചെയ്തതുപോലെയല്ല, ഇതെൻ്റെ ബാധ്യതയാണ്. അതിഥികളെ ആദരിക്കണമെന്ന് എൻ്റെ മതം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിഥികളെ ബഹുമാനിക്കണമെന്ന് എൻ്റെ മതം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഒരുപാട് ഖുർആനും സുന്നത്തും പഠിച്ചിട്ടില്ല. ആ വാക്കിന് അടിവരയിടുക. ഞാൻ ഒരുപാട് ഖുർആനും സുന്നത്തൊന്നും പഠിച്ചിട്ടില്ല, പക്ഷേ പഠിച്ച പാഠങ്ങളിൽ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അല്ലേ? ഇത് കേട്ട അയാളെ ഭാര്യയും വരികയാണ്. അയാളെ ഭാര്യ പറഞ്ഞു, നമ്മൾ കണ്ട മുസ്ലിങ്ങൾ ഇതല്ല, നമ്മൾ കേട്ട ഇസ്ലാമും ഇതല്ല. അതുകൊണ്ട് വി വാണ്ട് ടു സ്റ്റഡി ഇസ്ലാം എന്ന് ക്യാമ്പസ് മുഴുവൻ പറയുന്ന ഒരു സംസ്കാരം ഉണ്ടാകും. ഒരുപക്ഷേ ഇടക്കൊക്കെ തൂങ്ങിയുറങ്ങിയവരും പൂർണ്ണമായി കേട്ടവരും കാതുകൂർപ്പിച്ചവരും ഇപ്പോഴും ഈ സദസ്സുകളിൽ നിറക്കണ്ണുകളോട് കൂടെ എൻ്റെ കൂടെ നിൽക്കുന്നവരും ഒരു ചെറിയ തീരുമാനം, ജീവിത പരിസരങ്ങളിൽ നമുക്ക് ഇസ്ലാമിനെ കൊണ്ടുവരാം. ലിതകൂനു ശുഹദാ അലന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി സാക്ഷിയാകാൻ സൃഷ്ടിക്കപ്പെട്ട ജനതയാണ് നിങ്ങളെന്ന ആ ഒരു ചെറിയ അള്ളാന്റെ പ്രഖ്യാപനം ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ നിന്നാൽ നമ്മുടെ ഹോസ്റ്റൽ മുറി മാറും. മദ്യക്കുപ്പികളുടെ ചില്ല് ഉടയുന്ന ശബ്ദം ഇനി കേൾക്കുകയില്ല. നമ്മുടെ കൂട്ടുകാരനെ ജീവിതത്തിലേക്ക് വഴി നടത്താൻ പറ്റും. അന്ന് കോൺവെക്കേഷൻ്റെ അന്ന് ആ സർട്ടിഫിക്കറ്റും പ്രതിജ്ഞ ചൊല്ലി പ്ലഡ്ജ് ചൊല്ലി സർട്ടിഫിക്കറ്റും പ്രശസ്തി പത്രവും ഒക്കെ വാങ്ങി തിരിച്ചു വരുന്നവൻ നമ്മുടെ തോളിൽ കിടന്ന് കരയുമ്പോൾ നമുക്ക് ഇവിടെ ഈ പുതുനഗരത്ത്, ഒരുപക്ഷെ കേരളത്തിലെ ഒരു കൊച്ചു ഗ്രാമത്തിന് നഗരമെന്ന് പേരിട്ടിരിക്കുന്നു. ആ ഗ്രാമത്തിന് നമ്മുടെ ജീവിതത്തിലുണ്ടാക്കിയ ദൗത്യങ്ങളെക്കുറിച്ച് ഓർക്കാൻ നമുക്ക് സാധിക്കും. എൻ്റെ റൈറ്റ് സൈഡിൽ എനിക്ക് വേണ്ട സപ്പോർട്ടുകളുമായിരിക്കുന്ന ടീമിൽ സുഹൃത്ത് നദീം അബ്ദുള്ളയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യാൻ സാങ്കേതിക സംവിധാനങ്ങൾ അനുവദിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താ, അദ്ദേഹം മുജാഹിദ് ബാലുശ്ശേരി എന്ന പ്രഗത്ഭനായ പ്രഭാഷകൻ്റെ പ്രസംഗത്തുമേ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു വർക്ക് അദ്ദേഹം ചെയ്തു. ആ വർക്ക് ചെയ്യാൻ എവിടെ ഒരു കോഴ്സിനും പോയിട്ടില്ല. അതിൻ്റെ ട്യൂട്ടോറിയൽ ഓൺലൈനിൽ നിന്ന് കിട്ടും. അത് ഡൗൺലോഡ് ചെയ്തു. അയാൾ എന്ത് ചെയ്തു? ആഡ് ചെയ്തപ്പോഴോ അതിന് ഇഷ്ടം പോലെ വ്യൂവേഴ്സാണ് വന്നത്. വേറൊരു കുട്ടി അത് അപ്ലോഡ് ചെയ്തു. അതിന് 25,000-ലധികം വ്യൂവേഴ്സിനാണ് കിട്ടിയത്. നമ്മളെ ക്യാമ്പസിലെ സമയം പോൺ സൈറ്റുകൾക്ക് മുന്നിൽ കളയേണ്ടതല്ല. വാതിലുകൾ കുറ്റിയിട്ട് ഫാന് ശക്തമായി കറങ്ങുന്ന രാത്രിയിൽ പോണോഗ്രാഫിയും കഴിഞ്ഞ് അവസാനം സുബഹ് ബാങ്ക് വിളിക്കുമ്പോൾ മനസ്സിനെ വിമർശിച്ചുകൊണ്ട് നമ്മൾ ഉറങ്ങുകയാണ്. അന്നത്തെ ക്ലാസ്സും പോവാണ്. ആ സമയം ഇസ്ലാമിന് കൊടുക്കാൻ പറ്റും. ഈ ജിഹാദിനെ വിശദീകരിക്കുന്ന മെസ്സേജുകൾ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും. അപ്പോൾ ലോകം ജിഹാദിൻ്റെ അർത്ഥം വായിക്കും. എന്താ? അയൽക്കാരനായ മനുഷ്യൻ്റെ വീട്ടിൽ നിന്നുള്ള ആർത്തനാദങ്ങൾ കേട്ട് വാതിൽ തുറന്ന് അയാളെ തൻ്റെ വാഹനത്തിലേക്ക് കയറ്റി കാഷ്വാലിറ്റി റൂമിലേക്ക് കൊണ്ടുപോകുന്നതിന് ലോകം ജിഹാദി എന്ന് പേര് വിളിക്കും. അതല്ലെങ്കിൽ തൻ്റെ സീറ്റിൻ്റെ അരികിൽ തളർന്നു നിൽക്കുന്ന മനുഷ്യനെ സീറ്റിലേക്ക് ഇരുത്തുന്നതിനെ ലോകം ജിഹാദ് എന്ന് വിളിക്കും. ഇല്ലെങ്കിൽ ഉസാമ ബിൻ ലാദന്റെയും സദ്ദാം ഹുസൈൻ്റെയും ഒക്കെ വീഡിയോ പരിസരത്തെ പൊട്ടിത്തെറികളുടെയും അതുപോലെ തന്നെ ആർത്തനാഥങ്ങളുടെയും പേര് മാത്രമായിരിക്കും ജിഹാദ്. അതിനെ വി വാണ്ട് ടു സ്റ്റഡി അബൌട്ട് ഇസ്ലാം, ഞങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണമെന്ന് ക്യാമ്പസിനെ കൊണ്ട് പറയിപ്പിക്കാനാണ് പ്രഫ്കോൺ മുന്നേറ്റങ്ങൾക്കുള്ളതാണ്, അത് പിൻവലികൾക്കുള്ളതല്ല എന്ന് ഈ സന്ദർഭത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഓരോരുത്തരെയും ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കൂട്ടായ്മയിൽ നിന്നാൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ പറ്റും. വിദ്യാഭ്യാസ രംഗത്തെ
പരീക്ഷ വരുമ്പോൾ പരീക്ഷക്കനുസരിച്ച ക്യാമ്പുകളും ക്ലാസ്സുകളൊക്കെ ഭംഗിയായിട്ട് നടക്കുകയാണ്. നമ്മുടെ കൂടെയുള്ളൊരു കുട്ടിക്ക് ട്യൂഷൻ എടുക്കാൻ നമുക്ക് പറ്റണം. എഴുതി വെക്കുക മനസ്സിൽ. 10 പേപ്പർ ബാക്കുള്ള ഒരാളെ മോട്ടിവേറ്റ് ചെയ്ത് അയാളെ പരീക്ഷയിൽ പാസ്സാകാൻ ആവശ്യമായ ട്യൂഷനിങ്ങിനാണ് നമ്മുടെ സമയം നമ്മൾ ചെലവാക്കേണ്ടത്. സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ഈദ് കിസ്വ, ഒരു വിദ്യാർത്ഥി സംഘടനയും ഇത്ര ഒരു ദൗത്യം നിർവഹിക്കുന്നില്ല. 10,000-കണക്കിന് ലക്ഷക്കണക്കിന് വീടുകളിലേക്ക് റാപ്പർ പൊട്ടിക്കാത്ത പുതിയ ഉടുപ്പുകൾ എത്തുമ്പോൾ ആ കുരുന്നുകളുടെ മുഖത്തുള്ള ചിരിക്കുള്ള ആ ചിരിയിലുള്ള ആഹ്ലാദം, അത് കാണുമ്പോഴുള്ള ആനന്ദം ഒരിക്കലും സിറിഞ്ചുകൾ ശരീരത്തിൽ കുത്തിക്കയറ്റിയാൽ ഉണ്ടാവുകയില്ല. ചെന്നൈയിലേക്കും അതുപോലെ തന്നെ മ്യാൻമറിലെ മുസ്ലിങ്ങൾക്കും അല്ലാത്തവർക്കും വേണ്ടിയുള്ള ഷെൽട്ടറുകളിലേക്കുമൊക്കെ പഴയ വസ്ത്രങ്ങൾ, പുതുമയുള്ള പഴയ വസ്ത്രങ്ങൾ അത് ബൾക്കായി അയക്കുമ്പോൾ ആ ലോറി കാണാമറയത്ത് മറയുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം, ആ ആനന്ദം ഒരിക്കലും സുഹൃത്തുക്കളെ കൈവെള്ളയിൽ പൊട്ടിച്ചിട്ട ആ വസ്തുക്കൾ ചുണ്ടിൻ്റെ ഉള്ളിലെത്തുമ്പോൾ, ശരീരത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാവുകയില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു. അയൽക്കാരനായ വൃദ്ധനായ മനുഷ്യന്റെ ചാരത്തിരുന്ന് അയാളുടെ ചുളിഞ്ഞ ശരീരം തടവിക്കൊടുത്ത് പിതാമഹന്റെ വല്ലിപ്പയുടെ ഉപ്പയുടെ ഉമ്മയുടെ ആ കൊളാമ്പിയില്ലേ, ആ തുപ്പുന്ന കൊളാമ്പി കഴുകുന്നതിനുള്ള ആ ഒരു നിർവൃതി ഒരിക്കലും മയക്കുമരുന്നുകൾക്ക് നൽകാൻ സാധിക്കുകയില്ല. പിൻവാങ്ങുന്നു ഞാൻ. ഒരു കാര്യം ഉറപ്പാണ്, മരണം നമ്മളുടെ അടുത്തൊരു നിമിഷമെത്തും. മരണത്തിന് പ്രായമില്ല. മരണത്തിന് പ്രായമുണ്ടായിരുന്നെങ്കിൽ വേമ്പനാട്ട് കായലിൽ എൻ്റെ പ്രിയ സുഹൃത്ത് അസ്ഹറിൻ്റെ കുഞ്ഞ് അവൻ എന്നേക്കുമായി ഇല്ലാതാകുമായിരുന്നില്ല. അവന് 2 വയസ്സേ ഉള്ളൂ. കളിപ്പാട്ടങ്ങളോട് കഥ പറഞ്ഞു തുടങ്ങിയ പ്രായത്തിൽ അവൻ തിരിച്ചുപോയി. അവനെക്കുറിച്ച് സ്വപ്നങ്ങൾ കണ്ട മാതാപിതാക്കൾക്ക് കൂടുതൽ ഊക്കോടെ ഉശിരോടെ ദീനരംഗത്ത് മുന്നേറാനുള്ള മനക്കരുത്ത് കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കലും മരണത്തിന് നിങ്ങൾ പ്രൊഫഷണൽ വിദ്യാർത്ഥിയാണെന്നറിയില്ല. അങ്ങനെയാണെങ്കിൽ കടവത്തൂരിലുള്ള നമ്മുടെ ഒരു സഹോദരി രജിസ്റ്റർ ചെയ്ത പ്രൊഫ്കോണിന് രജിസ്റ്റർ ചെയ്ത ഒരു സഹോദരി ഇവിടെ വരേണ്ടിയിരുന്നു. പ്രാർത്ഥനയ്ക്കുള്ള പ്രത്യേക വസിയത്ത് ഒരു സുഹൃത്ത് ഇങ്ങോട്ട് കയറുമ്പോൾ എന്നോട് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുന്നത്, ഗർഭിണിയുടെ വയറ് പോലത്തെ വയറും വീർത്ത് ക്യാൻസറിനെ അഭിമുഖീകരിച്ച് കിടക്കുകയാണ് അവൾ. അള്ളാഹു അവൾക്ക് ശിഫ കൊടുക്കുമാറാകട്ടെ. ഞാൻ ആ വാക്ക് പറഞ്ഞത് രോഗത്തിൻ്റെ ഗൗരവം നിങ്ങൾക്ക് കിട്ടാനാണ്. അടുത്ത പ്രൊഫ്കോണിന് ഒരുപക്ഷെ നമ്മൾ ഉണ്ടായിക്കൊള്ളുന്നില്ല, വേണ്ട, നാളെ നമ്മൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് തിരിച്ചറിവുകളുടെ തീരം അതാണ് പ്രൊഫ്കോൺ. പ്രകാശവാഹകരെന്നാണ് എനിക്ക് തന്ന ടൈറ്റിൽ. പ്രകാശത്തിൻ്റെ വാഹകരാണ് നമ്മൾ. ക്യാമ്പസിലെ ഒരു പുതിയ സംസ്കാരം വരണം. സിനിമയും സംഗീതവും മ്യൂസിക്കും സൃഷ്ടിച്ച സംസ്കാരത്തിന് പകരം നന്മയുടെ ദൈവിക ദർശനത്തിൻ്റെ അതിശക്തമായ മെസ്സേജുകളുടെ പുതിയൊരു സംസ്കാരം. ആ സുപ്രതീക്ഷകൾ ഈ വേനൽ ചൂടിൻ്റെ കൊടുമ്പിരിക്കൊള്ളുന്ന പശ്ചാത്തലത്തിലും ഒരിക്കലും കാലിയാകാത്ത സദസ്സ്. വീഡിയോ ക്യാമറകൾ പാഞ്ഞപ്പോൾ കാലിയായ സീറ്റുകൾ കണ്ടിട്ടില്ലെങ്കിൽ അത് നൽകുന്ന മെസ്സേജ് അതുതന്നെയാണ്. ഇങ്ങനെ 3 ദിവസം നമുക്കിവിടെ ഇരിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞിടത്തേക്ക് ഞാൻ വരുന്നു. ജീവിതത്തെ ശ്രദ്ധിച്ചുപയോഗിക്കുക, കരുതലോടുകൂടെ ഉപയോഗിക്കുക. ഇവിടെ പാലക്കാടാണിത്. എൻ്റെ സുഹൃത്ത് ഫഹമി ഉണ്ടാകേണ്ടിരുന്നൊരു വേദിയാണിത്. ഉണ്ടായിട്ടില്ല. ഇനിയും അനുസ്മരിക്കപ്പെടണം. 1000 പ്രൊഫ്കോണുകളിൽ നിങ്ങൾക്ക് വേണ്ടി ആരും 4 കവലകളിൽ പ്രതിമകൾ തീർക്കുകയില്ല. മെമ്മോറിയലിന് വേണ്ടി ആരും ബിൽഡിങ്ങുകൾ പണിയുകയില്ല. പക്ഷേ മനസ്സുകളിൽ പ്രാർത്ഥനകളുടെ സാന്നിധ്യമുണ്ടാകും. ആരും നിങ്ങൾക്ക് വേണ്ടി പ്രതിമകൾ പണി കഴിപ്പിക്കുകയില്ല. പക്ഷേ നന്മകളുടെ വഴിയിൽ സഞ്ചരിക്കുന്ന പ്രകാശം പരത്തുന്നവർക്ക് വേണ്ടി പ്രകാശവേഗതയിൽ ലോകം അവരെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.